മുഅ്മിനുകളെ, അള്ളാഹുവിന് തഖ്വ ഉള്ളവരായിരിക്കുവാൻ ഇഹപര ജീവിത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളോട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ചിട്ടപ്പെടുത്തുവാനും സർവോപരി ജീവിതത്തിലുടനീളം അച്ചടക്കം പാലിക്കുവാനും മുസ്ലിമുകളായി ജീവിച്ച് അതേ നിലയിൽ മരണപ്പെടുവാനും ശ്രമിക്കണമെന്നും ആഗ്രഹിക്കണമെന്നും എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയും ചെയ്യുന്നു. മുസ്ലിംകൾ അവരുടെ തുടക്കവും വികാസവും വളർച്ചയും വ്യാപനത്വവുമെല്ലാം ചരിത്രപരമായി നമ്മൾ മനസ്സിലാക്കി പോന്നതാണ്. മനുഷ്യ വംശത്തിൻ്റെ ജീവിതഘട്ടത്തിൽ പലപ്പോഴും അവർക്ക് തന്നെ ഉണർത്തലുകൾ എന്ന നിലയിൽ അവരിലോ അവരുടെ കുടുംബങ്ങളിലോ അവരുടെ സമ്പാദ്യങ്ങളിലോ അവരുടെ യശസ്സുകളിലോ ഒക്കെ സംഭവിക്കുന്ന വലിയ വലിയ വ്യതിയാനങ്ങളും ഉയർച്ച താഴ്ചകളുമൊക്കെ അവരെ ഉണർത്തുന്നതിനും അവരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിനുമായി അള്ളാഹു വെളിപ്പെടുത്തുന്ന അടയാളങ്ങളാണ്. അത്തരം അടയാളങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് സൂക്ഷ്മമായി വിലയിരുത്തിയാൽ കാണാൻ കഴിയും. പക്ഷേ നമ്മളിൽ ആരും നമ്മുടെ ജീവിതത്തിൽ വെളിവാകുന്ന പല ദൃഷ്ടാന്തങ്ങളും അതൊരായത്ത് എന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കാറില്ല. മറിച്ച് എത്രയോ ദൂരം ഭൂമിയുടെ മറ്റേതെങ്കിലും അറ്റത്ത് കഴിയുന്നവരുടെ പ്രദേശങ്ങളിലോ ജീവിതത്തിലോ ഉണ്ടാകുന്ന ആഘാതങ്ങളെ മാത്രം നമ്മൾ ചില അടയാളങ്ങളായി മനസ്സിലാക്കി പോരാറുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നിങ്ങളിലും സയുരീഹിം ആയാത്തിന ഫിൽ ആഫാഖ് ഒഫി അൻഫുസിക്കും എന്നൊക്കെ വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മെ അറിയിക്കുന്നുണ്ട്. നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ, ചക്രവാളങ്ങൾ, ഉദയാസ്തമന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഋതുഭേദക്കളിൽ നാം വെളിപ്പെടുത്താറുണ്ട് എന്നാണ് അള്ളാഹു ബോധ്യപ്പെടുത്തുന്നത്. സൂറത്തുൽ ദാരിയാത്തിൽ ഒഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ, നിങ്ങളിലും ഇതെല്ലാം ഉണ്ടാകാറുണ്ട്, നിങ്ങളത് കാണുന്നില്ലേ? വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളിൽ അള്ളാഹു നിലനിർത്തുന്നു, അത് പ്രകടിപ്പിക്കുന്നു. അതിൻ്റെ എല്ലാം വരും വരായികകൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. സൂറ അൽ ഖമർ, സൂറത്തുൽ ഖമർ വർത്തമാനകാല സാഹചര്യം. അപ്പോൾ ഹിജ്റയുടെ ഒരു 5 വർഷം മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു 48 വയസ്സ് പ്രായമുള്ളപ്പോൾ അവതരിച്ച ഒരു സൂറത്താണിത്. അപ്പോൾ ആ സൂറത്ത് ആരംഭിക്കുന്നത് തന്നെ ഒരു വലിയ അത്ഭുതം പ്രകടിപ്പിച്ചുകൊണ്ടാണ്. അത് ലോകമെമ്പാടും സാക്ഷികൾ എന്ന നിലയിൽ സമർത്ഥിക്കുകയല്ല, വളരെ ചുരുങ്ങിയ ഒരു നിമിഷമുണ്ടായ പ്രപഞ്ച പ്രതിഭാസം കഠിന നിഷേധികൾ, ശത്രുക്കൾ, എതിരാളികൾ
അവരിൽ വീണ്ടും വിചാരമുണ്ടാക്കുന്നതിന് വേണ്ടി അള്ളാഹു വെളിപ്പെടുത്തിയതാണ്. പക്ഷെ എന്നിട്ടും അവരങ്ങനെ അത് മനസ്സിലാക്കിയില്ല എന്നല്ല, അവർ നിലനിന്ന ആ അവസ്ഥയിൽ തന്നെ തുടർന്നു എന്നത് ഖേദപൂർവം പറയുകയും അവരുടെ മുൻഗാമികൾ കഴിഞ്ഞുപോയ ഭൂപ്രദേശങ്ങളിൽ ഓരോരുത്തരും ഓരോ വിഭാഗമായി അറിയപ്പെട്ടവരാണ്. അവരൊക്കെ നേരിടേണ്ടി വന്ന ചില പ്രാപഞ്ചികമായ തിക്തതകൾ അത് അവരുടെ മുൻപിൽ വന്നപ്പോൾ അവരാരും അത് സമ്മതിക്കാതെ വരികയും വേദനയറ്റ ശിക്ഷകൾക്ക് അവർ പാത്രമാവുകയും ചെയ്തതും എടുത്തുണർത്തിയിട്ടാണ് നബിയുടെ മുൻപിലുള്ള മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ തുടങ്ങിയ ആളുകളെ ഈ സൂറത്ത് ഉണർത്തുന്നത്. അത് ഏതാണ്ട് ഒട്ടുമിക്ക തഫ്സീറുകളും ഒരേ അർത്ഥത്തിൽ തന്നെയാണ് ഇത് ഉണർത്തുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിച്ച ഒരു വചനം ഒഴിച്ച് ഇനി വരാനിരിക്കുന്ന ഒരർത്ഥത്തിലാണ് അദ്ദേഹം അത് കാണുന്നത്. പക്ഷെ സഹാബികളിൽ ആരും അങ്ങനെ ഗ്രഹിച്ചതായി ഒരു തഫ്സീറും ഉദ്ധരിക്കുന്നില്ല. ഇഖ്തറബത്തി സാഅത്തു വൻഷക്കൽ ഖമർ, ആ സമയം അടുത്തു. അന്ത്യനാളിനെ കുറിച്ചാണ് ആ വചനം അറിയിക്കുന്നത്. യൗമുൽ ഖിയാമയെ കുറിച്ചാണ്. ഖുർആനിലും ഹദീസിലും വന്ന ഒട്ടനവധി അടയാളങ്ങൾ എത്രയോ യുഗങ്ങളായി പുലർന്നുകൊണ്ടിരിക്കുന്നു. അതിനിയും എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിട്ട് കഴിയുമ്പോഴാണ് അതിൻ്റെ പാരമ്യതയിലേക്ക് എത്തിച്ചേർന്ന് ലോകത്തിൻ്റെ അവസാനം എത്തിച്ചേരുക എന്നാണ് എല്ലാ തഫ്സീറുകാരും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പൊ ആ സാഴത്ത് അടുത്തു കഴിഞ്ഞു. ഈ ആയത്തിന് സമയങ്ങളുടെ അടുപ്പം, കാലങ്ങളുടെ അടുപ്പം, മനുഷ്യരുടെ അടുപ്പം, ഭൂഖണ്ഡങ്ങളുടെ അടുപ്പം എന്നെല്ലാം ആശയ വിശകലനത്തിന് സാധ്യതയുണ്ട് ഈ ആയത്തിൽ നിന്ന്. അത് ഏതാണ്ട് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂഖണ്ഡങ്ങൾ എത്രയോ കാതം ദൂരെയായിരുന്നത് പോലും ഇപ്പോൾ വളരെ അടുത്താണ്. അങ്ങനെ ഈ മഹാപ്രപഞ്ചത്തിൻ്റെ ഏതു കോണുകളും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുമാറ് അറിവിൻ്റെ ലോകം വികസിക്കുകയും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. വളരെ എളുപ്പമാണ് കാര്യങ്ങളൊക്കെ ഗ്രഹിച്ച് മുന്നോട്ട് പോകാൻ. വൻഷക്കൽ ഖമർ, ചന്ദ്രൻ പിളരുകയും ചെയ്തുവല്ലോ. ഇത് ഖുർആൻ നേർക്ക് നേരെ പറയുന്ന ഒരു അത്ഭുതം എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഷിഖാഖുൽ ഖമർ എന്ന പേരിൽ സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെയുണ്ട്. നബിയെ സ്ഥാപിക്കുന്നതിനോ നുബുവത്ത് ബോധ്യപ്പെടുത്തുന്നതിനോ എന്നതിനപ്പുറം നിഷേധികളെ സ്തംഭിപ്പിച്ച് കളയുകയാണ്. അവരുടെ എല്ലാ സംഘബലത്തിൻ്റെയും മുൻപിൽ അവർ നിസ്സാരരാണെന്ന് ബോധ്യപ്പെടുത്തിയതാണ് ഈ വചനം എന്നാണ് ഏതാണ്ട് അറിയപ്പെടുന്ന മുഴുവൻ തഫ്സീറുകാരും രേഖപ്പെടുത്തിയത്. ബുഖാരിയുടെ ഷറഹിലും അങ്ങനെ തന്നെയാണ് ഉള്ളത്. ചന്ദ്രൻ പിളർന്നു. അപ്പൊ ഈ ചന്ദ്രൻ പിളരുക എന്നത് മക്കയിൽ സംഭവിച്ചൊരു കാര്യമാണ്. അപ്പൊ നബി മിനയിലായിരുന്നു. അപ്പൊ ഈ ഒരു 14-ാം രാവ് അപ്പൊ പൂർണ്ണചന്ദ്രനാണ്. അപ്പൊ എല്ലാവർക്കും വളരെ കൃത്യമായി കാണാൻ കഴിയുന്ന ക്രമത്തിൽ പൂർണ്ണചന്ദ്രനായ അവസ്ഥയിലാണ് ചന്ദ്രന്റെ പിളർപ്പ് രണ്ടായി വിഭജിക്കപ്പെടുന്നത്. ഇതൊരു കഴിഞ്ഞ ഒരു 13 നൂറ്റാണ്ട് കാലം മുസ്ലിം ലോകത്ത് വലിയ വെല്ലുവിളിയായിരുന്നു. നിഷേധികൾ, യുക്തിവാദികൾ, നിരീശ്വരവാദികളൊക്കെ ഖുർആൻ ഇത്ര അർത്ഥമില്ലാത്ത വാക്കുകളാണോ ഉപയോഗിച്ചത്, ഇതൊക്കെ ഒരു സംഭവ്യമാണോ എന്നൊക്കെ ചോദിച്ചിരുന്ന ഒരു കാലത്ത്. പക്ഷേ 19-ാം നൂറ്റാണ്ടിലെത്തുമ്പോഴേക്കും മനുഷ്യൻ ഇതൊക്കെ വളരെ ചെറിയ കാര്യങ്ങളാണ്, ഇതിലും വലുത് സംഭവിക്കുന്നു പ്രപഞ്ചത്തിൽ എന്ന് കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പൊ നമ്മുടെ ഈ ഭൂമി എന്ന ഈ ചെറിയ ഒരു ഗ്രഹം, സൂര്യന്റെ, ചന്ദ്രന്റെ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഒരു സൗരയൂഥ ക്രമമുണ്ട്.
അത് രൂപപ്പെട്ട് തന്നെ എത്രയോ വലിയ വലിയ ഭീമമായ ഗോളങ്ങൾ വികരണത്തിന് വിധേയമാവുകയും ശിഥിലമാവുകയും വ്യത്യസ്തമായ ഭാഗങ്ങളിലേക്ക് നീങ്ങുകയും അവിടെ അത് ഉറക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വൽ അർള കാനത്താ റത്ഖൻ ഫഫത്തഖ്നാഹുമാ. ഖുർആൻ അതിനെ സൂചിപ്പിച്ച ഒരു വചനം എന്താ, അറിവില്ലാത്ത ആളുകൾക്ക് കണ്ട് മനസ്സിലാക്കിക്കൂടെ, ഈ ആകാശഭൂമികളെല്ലാം ഒരു ഗോളമായിരുന്നു, എന്നിട്ട് നാം അവകളെ രണ്ടായി വിഭജിച്ചു. അങ്ങനെ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അങ്ങനെ തുടങ്ങുന്ന ഒരു സൗരയൂഥ വലയം രൂപപ്പെട്ടത് അങ്ങനെയാണ് എന്ന് ശാസ്ത്രലോകം സമർത്ഥിച്ചു. അപ്പൊ ഇതൊരു നിസ്സാര കാര്യമാണ്. ചന്ദ്രൻ രണ്ടാവുക എന്നതൊന്നും ഒരു അത്ഭുതമല്ല യഥാർത്ഥത്തിൽ. ഇന്ന് അത് ലോകത്ത് ഇപ്പോഴും ഓരോ ഗോളങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഒക്കെ തെന്നിമാറുകയും ഈ ഭ്രമണപഥത്തിന്റെ അതിർത്തിയിൽ നിന്ന് തന്നെ അത് മറഞ്ഞു പോവുകയും പുതിയത് രൂപപ്പെടുകയും എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്ന് അറിഞ്ഞ ഒരു യുഗത്തിലാണ് ഇപ്പൊ നമ്മളുള്ളത്. അതിലേറ്റവും വലുതാണ് സൂര്യൻ. അത് നാൾക്ക് നാൾ നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ അതിൻ്റെ പ്രഭ മങ്ങുന്നു. കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യനിൽ ഇരുട്ട് വ്യാപിച്ചുകൊണ്ടിരിക്കും, അത് അതിൻ്റെ അന്ത്യത്തിലേക്ക് കുറിക്കും എന്നൊക്കെ പറഞ്ഞ് സൂര്യനെ കുറിച്ചുള്ള പഠനം വളരെ വിസ്തരിച്ച് ഇന്ന് 20-ാം നൂറ്റാണ്ടിൽ നമുക്ക് വായിക്കാൻ കിട്ടും, മേടിക്കാൻ കിട്ടും, പഠിക്കാനും കഴിയും. അപ്പൊ ഈ ആയത്ത് അവതരിക്കുന്നത് 15 നൂറ്റാണ്ട് മുൻപാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഇതൊരു വലിയ ചോദ്യചിഹ്നമായി മുൻപിലേക്ക് വന്നു. അപ്പൊ ഇത് എന്തിനുണ്ടായി എന്ന് ചോദിച്ചാൽ, നബിയെ നിഷേധിച്ചുകൊണ്ടിരുന്ന നിഷേധികളുടെ മുൻപിൽ അവർ നിസ്സഹായരായി ബോധ്യപ്പെടുത്തിയിട്ട് വിശ്വാസം, നബിയോടുള്ള എതിർപ്പ് ഇല്ലാതാക്കുന്നതിനാണ് ഈ അടയാളം പ്രത്യക്ഷപ്പെടുത്തിയത്. അതുകൊണ്ടാണ് പിന്നീട് വരുന്ന കാര്യങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ട് പറയാൻ കാരണം. അപ്പൊ റസൂലുള്ള മിനയിലായിരിക്കുമ്പോൾ ഈ 14-ാം രാവിന്റെ ചന്ദ്രൻ രണ്ടായി വിഭജിക്കപ്പെട്ട് 2 ഭാഗങ്ങളിൽ എത്രയോ കാതം അകലെ, ഇത് ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചതാണെന്നാണ് മുഴുവൻ തഫ്സീറുകാർ. ഒരു നിമിഷം, എന്നിട്ടത് ഒന്നായി. അപ്പൊ ഖുറൈശികൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ലോകത്ത് മറ്റുള്ളവരും ഇത് കാണണ്ടേ, നമ്മൾ മാത്രം മുഹമ്മദും അനുയായികളും പറഞ്ഞാൽ പോരല്ലോ എന്നായി. അങ്ങനെ വെളിയിൽ നിന്ന്, വിദേശത്ത് നിന്ന് വന്നണഞ്ഞ ആളുകളോട് ചോദിച്ചപ്പോൾ അവരുടെ ഭാഗത്തും ഇത് ദൃശ്യമായി, ഞങ്ങളത് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവർ ആ വിഷയത്തിന്റെ നിഷേധം ഒഴിവാക്കി. അപ്പോഴൊരു വിശ്വാസത്തിലേക്ക് വരാൻ തയ്യാറായില്ല എന്നാണ്. നമ്മുടെ വിഷയം അത് മാത്രം പറഞ്ഞു നിർത്തലല്ല. ഇഖ്തറബത്തി സാഅത്തു വൻഷക്കൽ ഖമർ, ആ സമയം അടുത്തു കഴിഞ്ഞു. ഇത് 2 വട്ടം ഉണ്ടായോ അതല്ല ഒരു പ്രാവശ്യമാണോ എന്നാണ് പിന്നീടുള്ള ചർച്ച. അതിൽ മഹാഭൂരിപക്ഷ ഇമാമുകളും ഒറ്റ പ്രാവശ്യമേ ഉണ്ടായിട്ടുള്ളൂ. ഇനി ലോകത്തിന്റെ അവസാനവുമായി അടുക്കുമ്പോൾ ഇതിൽ ഒരുപാട് അത്ഭുത പ്രതിഭാസങ്ങൾ വരാനുണ്ട്. ഇദ ശംസു കുവ്വിറത്ത് വഇദൻ നുജൂമുൻ കദറത്ത് വഇദൽ ബിഹാറു സുജ്ജിറത്ത് വഇദൽ ജിബാലു സുയ്യിറത്ത്. അങ്ങനെ അടയാളങ്ങൾ പറയുന്ന വചനങ്ങൾ കാണാം. ഇദസ്സമാഉൻ ഫത്തറത്ത് വഅദിനത്തിൽ റബ്ബിഹാ ഫഹുക്കത്ത്. അങ്ങനെ ഏതാണ്ട് താഴെ അധ്യായങ്ങളിലെ ഓരോ സൂറത്തിൻ്റെയും ആദ്യ ഭാഗങ്ങളെല്ലാം ഈ ഭൗമലോകത്തിൻ്റെ വ്യതിയാനത്തെ, ഓരോന്നിൻ്റെയും ആകസ്മിക തത്വങ്ങളെ, അത്ഭുതങ്ങളെ, സംഭവ്യങ്ങളെ എടുത്ത് വിവരിച്ചിട്ടാണ് ഖുർആൻ സത്യമാണെന്ന് പിന്നീട് പറയുക. ചിലപ്പോഴൊക്കെ മുഹമ്മദ് ശരിയാണ്, അദ്ദേഹത്തിന് ഭ്രാന്തൊന്നുമില്ല, അദ്ദേഹം ഒരു ആഭിചാരക്കാരനല്ല എന്നൊക്കെയാണ് അവസാനം അത് പറയുക പിന്നീട് ഖുർആൻ. അപ്പൊ ഇവിടെ വൻഷക്കൽ ഖമർ വഇൻ യറഉ ആയത്തൻ, അവർ ഏത് ദൃഷ്ടാന്തം കണ്ടാലും, അവരെന്ന് പറഞ്ഞാൽ ഇതൊരു ഭാവി കാലത്തെ ഉൾക്കൊള്ളുന്നുണ്ട്.
നിലവിലുള്ള ആളുകളും ഇനി വരാനിരിക്കുന്ന മനുഷ്യജന്മത്തിന്റെ അംഗങ്ങളും എന്തോരും ആയത്തുകൾ കണ്ടാലും തെളിവുകൾ കണ്ടാലും യുഴിരിതു അവരത് അവഗണിച്ചു കളയും. അതൊരു തെളിവായി ഗുണപാഠമായി നമ്മളെ ഉണർത്താനുള്ളതാണ് എന്ന അർത്ഥത്തിൽ അവരാരും അത് ഉൾക്കൊള്ളൂല, അത് അവഗണിച്ചു കളയും. വയഖൂലു സിഹ്റുൻ മുസ്തമിർ അവര് പറയും ഇത് മുഹമ്മദ് രാപകൽ ഭേദമന്യേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാഭിചാരമാണ്. അപ്പൊ നമ്മുടെ കാഴ്ചയെയാണ് അത് ബാധിച്ചത്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. മുഹമ്മദ് ഒരു ദൂതനല്ല എന്നാണ് അവർ മറുപടി പറഞ്ഞത്. ഇനി അതിൻ്റെ പരിണിതത്വത്തെ കുറിച്ചാണ് പിന്നീട് തൊട്ടടുത്ത ആയത്തുകളിൽ വിവരിക്കുന്നത്. വകദ്ദബു അങ്ങനെ അവരതൊക്കെ കളവാക്കി. വത്തബഉ അഹ്വാഅഹു അവരുടെ ഇഷ്ടങ്ങളെയും അവരുടെ ഇച്ഛകളെയും അവരുടെ ആഗ്രഹങ്ങളെയും അവർ പിന്തുടർന്നു. വകുല്ലു അംരിൻ മുസ്തഖിർ എല്ലാ കാര്യങ്ങളും പര്യവസാനിച്ച് തീരേണ്ടതുണ്ടല്ലോ. എങ്ങനെയൊക്കെ കളവാക്കിയാലും നിഷേധിച്ചാലും എന്തെല്ലാം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചാലും ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകണം. എല്ലാ കാര്യങ്ങളും അങ്ങനെ ഒരു പരിധിയിലേക്ക് എത്തിച്ചേരും. വലഖദ് ജാഅഹും മിനൽ അംബാഇ മാ ഫീഹി മുസ്ദജർ അവർക്ക് ഒരുപാട് വൃത്താന്തങ്ങൾ ലോകത്തിന്റെ ഉത്ഭവം മുതൽ അംബിയാ മുർസലുകൾ സഞ്ചരിച്ചു വന്ന വഴികൾ, ആ വഴികളിലെ ദുർഘടതകൾ, ജനങ്ങൾ, ആ ജനങ്ങളുടെ നിഷേധവും ധിക്കാരവും ഇതൊക്കെ എടുത്തു പറഞ്ഞവരെ ബോധ്യപ്പെടുത്തിയതാണ്. അവരൊക്കെ ആയിട്ട് ഇവർ അറിയുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന നാടുകളാണ്, ജനവിഭാഗവുമാണ്. എന്നിട്ടെന്തിയെ ഈ ആയത്തൊന്നും അവർക്ക് ബോധ്യം വരാതെ പോയത്? ഇതാണ് ഖുർആൻ ചോദിക്കുന്ന ഒരു ചോദ്യം. ഹിക്മത്തുൻ ബാലിഗ വളരെ ശക്തമായ ജ്ഞാനമാണിത്. ഫമാ തുഗ്നിൻ നുദുർ ഫതവല്ല അൻഹും യൗമ യദഉ ദാഇ ഇലാ ഷൈഇൻ നുകിർ ഇനി ഇവരെയെല്ലാം വിളിച്ചു കൂട്ടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ഇതുപോലെയല്ല, അതിശക്തമായ ശിക്ഷാവിധികളിലേക്കാണ് അവർ തെളിക്കപ്പെടുന്നത്. ഖുശ്അൻ അബ്സാറുഹും അവരുടെ കണ്ണുകളെല്ലാം താഴോട്ട് താഴ്ന്നിരിക്കും. യഖ്റുജൂന മിനൽ അജ്ദാസി കഅന്നഹും ജറാദുൻ മുൻതശിർ പരന്നു കിടക്കുന്ന ജീവച്ഛവമായി കൊണ്ടിരിക്കുന്ന വെട്ടുകിളികൾ നിറഞ്ഞു കിടക്കുന്ന രൂപത്തിൽ ഇവർ കുഴിമാടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വരും. ഇത് വരാനിരിക്കുന്ന മനുഷ്യരുടെ രണ്ടാമത്തെ ഒരു സംഭവത്തെ എടുത്തുണർത്തുന്നതാണ് ഈ പറഞ്ഞ ആയത്തിന്റെ ആശയം. മുഹ്തിഈന ഇലദ്ദാർ വിളിക്കുന്നവന്റെ അടുത്തേക്ക് തല താഴ്ത്തി നിസ്സാരരായി കഴിവ് കുറഞ്ഞവരായി അവർ വരും. യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ അസീർ ഇതൊരു വലിയ നഷ്ടത്തിന്റെ വീണ്ടെടുക്കാനും പരിഹരിക്കാനും കഴിയാത്ത ഒരു ദിവസത്തിന് നമ്മൾ ഇതാ സാക്ഷികളായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ വിലപിക്കുന്നതാണ്. ഇനിയാണ് കഴിഞ്ഞ കാലങ്ങളെ കുറിച്ച് ഖുർആൻ ഉണർത്തുന്നത്. നിങ്ങളത് ഈ സൂറത്തുൽ ഖമർ ഇത്രയും ആയത്ത് കഴിഞ്ഞിട്ട് കുറേ കാലഘട്ടങ്ങളിലേക്ക് കൊണ്ടുപോവാണ്. അത് നിങ്ങൾ നന്നായി അത് വായിക്കണം. കദ്ദബത്ത് ഖബലഹും ഖൗമു നൂഹിൻ ഫകദ്ദബു അബ്ദനാ വഖാലു മജ്നൂനുൻ വസ്ദുജിർ ഇതിന് തൊട്ട് മുൻപ് കഴിഞ്ഞു പോയ ഒരു ജനത, നൂഹിന്റെ ജനതയാണ്. അവര് നിഷേധിച്ചു കഴിഞ്ഞത് ഇയാൾ ഒരു ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് നിഷേധിക്കുകയാണ്. ഫദഅ റബ്ബഹു അന്നീ മഗ്ലൂബുൻ ഫന്തസിർ അപ്പൊ പ്രവാചകന്മാരും വിശ്വാസികളും സഹായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അവർ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഓരോ ചരിത്രവും ഫഫത്തഹ്നാ അബ്വാബസ് സമാഇ ബിമാഇൻ മുൻഹമിർ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തത്. അങ്ങനെ തുടർച്ചയായി ആദ്, സമൂദ്,
അസ്ഹാബുൽ ഐക്കത്ത്, ഇങ്ങനെ തുടങ്ങി ഓരോ നബിമാരുടെയും കാലഘട്ടവും ആ രാജ്യത്ത് ജീവിച്ചിരുന്ന ജനങ്ങളുടെ പതനങ്ങളും അവരുടെ നാശവും പിന്നീട് ബോധ്യപ്പെടുത്തുന്നു. എന്നിട്ടാണ് ഇഖ്തറബത്തിസ്സാഅ വൻഷക്കൽ ഖമർ ഈ സൂറയുടെ അവതരണവുമായി ബന്ധിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ മുൻപിൽ എങ്ങനെയെല്ലാം ബോധ്യപ്പെടുത്താമോ ആ രൂപത്തിൽ ബോധ്യപ്പെടുത്തുന്നത്. അത് ഒരു മുസ്ലിമായ ഒരാൾ ഈ സൂറത്ത് പാരായണം ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരുപാട് ഹൃദയഭേദകമായ അനുഭവങ്ങളിലേക്ക് വന്നു ചേരും. ഈമാനികമായി അള്ളാഹുവിൻ്റെ ഈ ഖുർആനിൻ്റെ പ്രസ്താവനയും നബിയുടെ ജീവിതവും അവനത് ഉൾക്കൊള്ളാൻ കഴിയും. അതാണ് ഈ സൂറത്തിൻ്റെ ഒരു പ്രത്യേകത. രണ്ട്, ഇത് ഖിയാമത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരടയാളമാണല്ലോ ഇപ്പൊ അവരുടെ മുൻപിലുണ്ടായത്. ഇനി എത്രയോ അടയാളങ്ങൾ. സൂറത്തുദ്ദുഹാൻ ഖുർആനിൽ നേർക്ക് നേരെ അടയാളം വിവരിച്ച ഒരു അധ്യായമാണ്. അതൊരു വലിയ പുകപടലങ്ങളിൽ ഒരു ഭൂഖണ്ഡം തന്നെ മറയ്ക്കപ്പെട്ടു പോയതാണ്. അതൊരു അത്യാത്ഭുതമായൊരവസ്ഥയാണ്. പിന്നെ അവിടെ ജീവിക്കാൻ കഴിയാത്ത രൂപത്തിൽ മദീനയുടെ ഒരു ഭാഗമൊക്കെ അതിനകത്തായി പോയി എന്നാണ് തഫ്സീറുൽ കബീറിലൊക്കെ വിവരിച്ചത് സൂറത്തുദ്ദുഹാൻ. അങ്ങനെ കുറേ അധികം സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ ലോകാവസാനവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഖുർആനിൽ ഒരുപാട് വചനങ്ങൾ എടുത്തുണർത്തുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് തിന്മകളുടെ വർധന. തിന്മകൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ നന്മകളുമായി ജീവിക്കുന്നവർ കടും ഭീഷണിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കും. ഇപ്പൊ ലോകരാജ്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു പ്രാർത്ഥനയുണ്ട്, റബ്ബന ലാ തജ്അൽനാ ഫിത്നതൻ ലില്ലദീന കഫറു. അത് ഖുർആനിന്റെ വാക്കുകൾ അങ്ങനെ തന്നെ എടുത്തുദ്ധരിച്ച ഒരു ദുആയാണ്. സൂറത്തുൽ ബഖറയുടെ അവസാനവും ഏതാണ്ട് ഈ അർത്ഥത്തിൽ വരുന്നതാണ് ആമന റസൂലുവിലെ ദുആകൾ. അപ്പൊ അവിടെ സത്യനിഷേധികൾക്ക് ഞങ്ങൾ ഒരു പരീക്ഷണമാകരുത് എന്നാണ്. അപ്പൊ മുസ്ലിമുകൾ അതവരുടെ ജനസംഖ്യയിലായിരുന്നാലും നിലനിൽപ്പിന്റെ വിഷയത്തിലായിരുന്നാലും പൗരത്വത്തിന്റെ വിഷയത്തിലായിരുന്നാലും അവരുടെ ജീവിതത്തിലെ മറ്റിതര കാര്യങ്ങളിലായിരുന്നാലും ഈ കുഫാറുകൾ കാഫിറുകൾക്ക് പരീക്ഷണ വിധേയമാക്കി തീർക്കുന്ന ഒരു വസ്തുവായി ഞങ്ങളത് നീ ആക്കി തീർക്കരുതെന്നാണ്. ഒന്നുകിൽ അതിനെ അതിജയിക്കാനുള്ള കൽപ്പ് നൽകണം, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശേഷി നൽകണം. ഇത് രണ്ടല്ലാതെ മൂന്നാമതൊരു വഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ഏത് ലോകത്ത് മതേതരത്വത്തിലോ ജനാധിപത്യത്തിലോ ഏകാധിപത്യത്തിലോ റിപ്പബ്ലിക്കൻ സ്വഭാവത്തിലോ ഒക്കെ നിലനിൽക്കുന്ന ലോകരാജ്യങ്ങളിലൊക്കെ മുസ്ലിമുകൾ ഓരോ കാലഘട്ടം വരുന്തോറും ഓരോരോ ഫിത്തിനകൾ ഓരോ പ്രശ്നങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. അത് ചെറുതൊന്നുമല്ല, അത് വളരെ കാലങ്ങളായി ആലോചിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന പുതിയ പുതിയ പ്രശ്നങ്ങളായിരിക്കും. അതൊക്കെ ചെന്ന് ഭവിക്കുന്നത് മുസ്ലിം ലോകത്തുമായിരിക്കും, അഥവാ ഇസ്ലാമിക സമൂഹത്തിന്റെ മേലായിരിക്കും. ഇതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഉദാഹരണം ഞാൻ സൂചിപ്പിച്ചത്. അതുകൊണ്ടാണ് ഖുർആൻ സത്യനിഷേധികളുടെ ഫിത്നയായി ഞങ്ങളെ നീ അവശേഷിപ്പിക്കരുത് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അപ്പൊ ഈ സൂറയും അതിൻ്റെ ആശയവും അത് നൽകുന്ന പാഠവും ഇസ്ലാമിക ലോകത്ത് മുസ്ലിംകളെ സംബന്ധിച്ച് അവരുടെ ഈമാനികമായ ശക്തിപ്പെടുന്നതിന് ഒരു നിമിത്തവും കാരണവുമായി തീരും. നിങ്ങളതൊരു 2-3 പ്രാവശ്യം വായിക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അള്ളാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.